المزيد من فضله وكرمه وأشهد أن لا إله إلا الله وحده لا شريك له له الحمد في الآخرة والأولى وأشهد أن محمدًا عبده ورسوله عرج به إلى السماء فرأى من آيات ربه الكبرى صلى الله وسلم على آله وأصحابه أولي المناقب والنهى وسلم تسليما كثيرا مؤبدا. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء أجالا فلولا تشكرون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പകർത്തുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കുക, അതിനായി പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക. റബ്ബുൽ ഇസ്സത്ത് നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഈ പരിപാവനമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി. അതേപോലെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ തന്നെ രോഗികൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ഭാര്യ, സന്താനങ്ങൾ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവന്റെ അടിസ്ഥാന ഘടകമാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായ വെള്ളം എന്നുള്ളത്. ജലം അത് ജീവാമൃതമാണ്. ജലമില്ല എങ്കിൽ ഈ ഭൂമി ലോകത്ത് ജീവന്റെ അംശം പോലും നിലനിൽക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ജലത്തെ ജീവാമൃതം എന്ന പ്രയോഗം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെള്ളം അമൂല്യമാണ്. നമുക്ക് സുലഭമായി ലഭിക്കുന്നു എന്നതുകൊണ്ട് നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുകയില്ല. ലോകത്ത് കോടാനുകോടി ജനങ്ങൾ വെള്ളത്തിനായി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ ഭൂമിയൊഴിച്ചുള്ള സ്ഥലങ്ങളിൽ ജീവനുണ്ടോ എന്ന അന്വേഷണത്തിൽ ആദ്യ നിരീക്ഷണം തന്നെ അവിടെ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത് ആദ്യമായിട്ട്. ഒരു ജൈവവസ്തുവിനെ സംബന്ധിച്ച് അതിൻ്റെ അടിസ്ഥാന യൂണിറ്റായ കോശത്തിൻ്റെ ചൈതന്യം ജലത്തിൻ്റെ സാന്നിധ്യത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഞാനീ പറയുന്ന വിഷയം പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ഗൗരവമുള്ള വിഷയമല്ല. എങ്കിലും നമ്മുടെ പ്രദേശത്ത്
നമ്മുടെ കേരളത്തിലെ ചില പ്രദേശങ്ങളിലെല്ലാം ജലത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ 1/3 ഭാഗം ജലമാണ്. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ജലാംശം, നിലവിലുള്ള ജലാംശത്തിൻ്റെ 10% കുറഞ്ഞു കഴിഞ്ഞാൽ മരണം പോലും സംഭവിക്കുമെന്നാണ് ശാസ്ത്രലോകം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതിശക്തമായ ചൂടാണ് നമ്മുടെ ചുറ്റുഭാഗത്തുള്ളത്. സഹിക്കാൻ കഴിയുന്നതിലപ്പുറം നമുക്കിട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം മുതൽ പരിശുദ്ധ ഹജ്ജ് യാത്രക്കായിട്ട് ആളുകൾ പുറപ്പെടുകയാണ്. ഹാജിമാർ ഈ നാട്ടിലുള്ള ആളുകളുണ്ടായിരിക്കും. കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷമൊക്കെ ഹജ്ജിന് പോയ ആളുകൾക്കറിയാം. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾക്കറിയാം. നമ്മൾ ഈ 38, 37 എന്നൊക്കെ പറയുമ്പോൾ കേരളക്കരയിലുള്ള ആളുകൾ നെറ്റ് ചുളിക്കുന്നത് കാണാം. എന്നാൽ കുവൈത്ത് പോലെയുള്ള രാജ്യങ്ങളിൽ 42 മുതൽ 52 ഡിഗ്രി വരെ ചൂടെല്ലാം അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട് അവിടെ. ഹജ്ജിന്റെ അവസരത്തിൽ ഏകദേശം ഒരു 45 മുതൽ 47, 48 ഡിഗ്രി വരെ ചൂടുള്ള സമയത്താണ് മിനയിലും അറഫയിലും മുസ്ദലിഫയിലും, പ്രത്യേകിച്ച് അറഫയിൽ ദുൽഹജ്ജ് 9 അന്നൊക്കെ വഖൂഫ് ബി അറഫയാണ്. അറഫയിൽ നിൽക്കുക, അതാണ് അറഫയിലെ ഇബാദത്ത്. അതിശക്തമായ ചൂടിൽ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തണലൊരുക്കും. അവിടെ പോയ ആളുകൾ സാക്ഷികളായിരിക്കും. ഞാൻ പറയാനുള്ള കാരണം, ഈ കേരളക്കരയിൽ താമസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ നിന്നും പത്രമാധ്യമങ്ങളിൽ നിന്നും കാണുന്ന കാഴ്ചകൾ, തകർന്നടിഞ്ഞ ബിൽഡിങ്ങിന്റെ അടിയിൽ ആഴ്ചകളോളം ഒരൽപ്പം വെള്ളത്തിന്റെ പിൻബലത്താൽ ജീവനോടെ കിട്ടിയ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ട കാഴ്ചകളാണ്, കഥകളല്ല ഇത്. ജലാംശം കുറഞ്ഞത് മൂലം എത്ര ആളുകളാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മരിച്ചു വീഴുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം ലഭിക്കാത്തത് മൂലം എത്ര ആളുകളാ സഹോദരങ്ങളെ, മനുഷ്യരടക്കം മറ്റു ജീവജാലങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വില തിരിച്ചറിയുന്ന ഒരു മാസം നമ്മുടെ 15 ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പരിശുദ്ധ റമളാൻ. ആ റമളാനിന്റെ ദിനരാത്രങ്ങൾ ജോലിക്ക് പോകുന്ന ആളുകൾ, അതേപോലെ തന്നെ ദൂരയാത്ര ചെയ്യുന്ന ആളുകൾ, ദാഹത്തിന്റെ വില തിരിച്ചറിഞ്ഞ ആളുകളാണ് വിശ്വാസി സമൂഹം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അനുഗ്രഹം നമുക്ക് കിട്ടിയത് മൂലം എത്ര ആളുകളാണ് ഓരോ സമയത്തും ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും ഓരോ കവിൾ വെള്ളം കുടിക്കുമ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ദാഹിച്ചു വലഞ്ഞു വരുന്ന സമയത്ത് അങ്ങാടികളിൽ നിന്നും നമ്മൾ പൈസ കൊടുത്തുകൊണ്ടൊരു ജ്യൂസോ അല്ലെങ്കിൽ നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കാറുണ്ട്, സർബത്തോ കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കാറുണ്ട്. ആ ദാഹിച്ചു കിട്ടുന്ന വെള്ളത്തിന് അള്ളാഹുവിന് ശുക്ർ പറഞ്ഞ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പൈസ എടുത്തു കൊടുത്ത് പോയി തിരിച്ചുപോയ എന്നല്ലാണ്ട് ആ ലഭിച്ചതിന് അള്ളാഹുവിന് അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട് സഹോദരങ്ങളെ. നമ്മൾ ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തമുണ്ടല്ലോ, ആ രക്തത്തിലും 80% ജലാംശമാ സഹോദരങ്ങളെ. അതേപോലെ തന്നെ നമ്മുടെ വെള്ളം നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ എന്നല്ല, ഉപകാരപ്പെടുന്ന പല ആളുകൾക്കും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും അതേപോലെ തന്നെ അതുമൂലം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവയവമുണ്ടല്ലോ, വൃക്ക. ആ വൃക്കയിൽ 82% ജലാംശമാണ്. നമ്മുടെ അസ്ഥികളിൽ പോലും നമ്മൾ ചിന്തിക്കുന്നതുണ്ടായിരിക്കും, നമ്മുടെ എല്ലുകൾക്ക്, ആ എല്ലുകളിൽ പോലും 22% ജലാംശമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? നമുക്ക് 10, 12, 13 മണിക്കൂർ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ 12 മണിക്കൂർ അല്ലെങ്കിൽ 12.5 മണിക്കൂർ അല്ലെങ്കിൽ 13 മണിക്കൂർ ആ സമയം പോലെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. എന്നാൽ എത്ര ജീവജാലങ്ങൾ, മനുഷ്യരടക്കം എത്ര ജീവജാലങ്ങൾ 15-20 മണിക്കൂർ ഒരൽപ്പം പോലും ജലാംശം, ഒരൽപ്പം പോലും വെള്ളം കുടിക്കാൻ കിട്ടാതെ പ്രയാസപ്പെടുകയാണ് ഈ ഭൂമി ലോകത്ത്.
അവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനല്ലേ സഹോദരങ്ങളെ? നമ്മൾ എത്ര പടച്ചവനെ സ്തുതിച്ചാലും അൽഹംദുലില്ലാ എന്ന് എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞാലും നമുക്ക് അള്ളാഹുവിനോട് ഉള്ള നന്ദി പൂർണ്ണമാകുകയില്ല എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ജീവന്റെ നിലനിൽപ്പിന് ആധാരം വെള്ളമാണെന്ന് നാം തിരിച്ചറിയേണ്ടത്. ശ്വസിക്കുന്ന വായുവിനെ പോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അമൂല്യ നിധിയാണ് സഹോദരങ്ങളെ നമ്മൾ കുടിക്കുന്ന വെള്ളം. നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുക, ആരെങ്കിലും നമ്മൾ വായ പൊത്തിക്കഴിഞ്ഞാൽ, നമുക്ക് ജലദോഷം പിടിച്ചാൽ കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് മൂക്കിലൂടെ ശ്വസിക്കാൻ അതല്പം പ്രയാസപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ പ്രയാസമെല്ലാം ഞാനും നിങ്ങളും അനുഭവിച്ചതല്ലേ? വായുവിലൂടെ നമുക്ക് ശ്വസിക്കാം. എങ്കിൽ പോലും ആ വായുവിനെ പോലെ അതിനേക്കാൾ പ്രാധാന്യമുള്ള അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമാണ് ഞാനും നിങ്ങളും കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം. ആ വെള്ളം ഭൂമിയുടെ 70% ജലാംശമാണ്, 70% ജലമാണ്. ഇന്ന് ഭൂമി നിലകൊള്ളുന്ന ഈ ഭൂപ്രദേശത്ത് 70% ജലമാണ്. ആ 70% ജലം, അതിൽ ആ ജലാംശത്തിൽ, ആ ജലത്തിന്റെ സാന്നിധ്യത്തിൽ 97% വെള്ളമാണ്. അല്ല, 97% കടൽ വെള്ളമാണ്. ഭൂമി ലോകത്ത്, ഈ ഭൂമിയിൽ ജലമുള്ളത് ആ ഭൂമിയുടെ വിസ്തൃതിയിൽ 97%, അല്ല 70%. ആ വെള്ളത്തിന്റെ ലഭ്യത, ആ വെള്ളത്തിൽ 100% വെള്ളമുണ്ടെന്ന് വിചാരിക്കാം, അതിൽ 97% കടൽ വെള്ളമാണ്. ബാക്കി 3%? ബാക്കി 3%-ത്തിൽ 2% വെള്ളമുള്ളത് ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും ഐസ് രൂപത്തിലാണ്. അതൊരിക്കലും നമുക്ക് ലഭിക്കുക എന്നത് വളരെ പ്രയാസമാണ്, സാമ്പത്തികമായിട്ടും മറ്റും പ്രയാസമാണ്. ബാക്കിയുള്ളത് 1% മാത്രം. ബാക്കി ലഭിക്കുന്ന വെള്ളം ഒരേ 1%. ആ ഒരേ 1%മാണോ ഇന്ന് ഭൂമിയിൽ 800ഓളം കോടി ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനും നിങ്ങളും, ഞാനടക്കമുള്ള ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരടക്കം. ഏതെല്ലാം എത്ര ജീവജാലങ്ങളുണ്ടോ ഈ ഭൂമി ലോകത്ത്, കോടാനുകോടി. ശാസ്ത്രലോകം കണ്ടെത്തിയത് ഏകദേശം 14 ദശലക്ഷത്തിൽ പരം ജീവജാലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്നതും, അതേപോലെ തന്നെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ജീവി തിമിംഗലം അടക്കമുള്ള, തിമിംഗലം കടൽ ജീവിയാണ്, കരയിൽ ജീവിക്കുന്ന ആനയടക്കമുള്ള ജീവജാലങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധവെള്ളം ആ 1% മാത്രം. ആലോചിച്ചു നോക്ക് നിങ്ങൾ. ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് അമൂല്യമെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുന്ന സ്വർണവും വെള്ളിയും വജ്രവും, അതാണ് എന്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടിൽ ഏറ്റവും മൂല്യമുള്ള വസ്തു, അല്ലേ? ആ മൂല്യമുള്ള വസ്തുവിനേക്കാൾ ഏറ്റവും വിലപിടിപ്പുള്ള ഭൂമിയുടെ ലഭ്യത അനുസരിച്ചുകൊണ്ട് ഭൂമിയിൽ ഒരേ 1% മാത്രമാണ് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന, നമ്മളെല്ലാവരും കുടിക്കുന്ന വെള്ളം. ആ വെള്ളത്തെ സംരക്ഷിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുണ്ട്. അത് നമുക്ക് മാത്രമല്ല ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യർക്കും ഇനി അടുത്ത തലമുറകൾക്കും ഈ അമൂല്യമായ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്താതെ സംരക്ഷിച്ചു നിർത്താനുള്ള ഉത്തരവാദിത്വം പ്രത്യേകിച്ച് വിശ്വാസികൾക്കുണ്ട്. നമ്മുടെ കുളങ്ങള്, കിണറുകള്, പൈപ്പ് ലൈനുകള്, ഇതെല്ലാം നാം ഓരോരുത്തരും ഈ ലഭ്യത കുറഞ്ഞു വരുന്ന ഈ സമയത്ത്, അതിശക്തമായ ചൂടുള്ള സമയത്ത്, നമ്മൾ ആരെങ്കിലും സംരക്ഷിച്ചു നിർത്താനുള്ള മനസ്സ് നമ്മുടെ മനസ്സിലൂടെ കടന്നു വരാറുണ്ടോ? വരുന്ന സമയത്ത് ഏതെങ്കിലും പൈപ്പുകളെ തുറന്ന് അലക്ഷ്യമായിട്ട് ആരെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ, എന്തിനധികം പറയും, നമ്മുടെ വീട്ടിലുള്ള ഗവൺമെന്റിൽ ഫ്രീ ആയിട്ടുള്ള കണക്ഷൻ ആണെന്ന് വിചാരിച്ച്, അഗ്രികൾച്ചർ പർപ്പസിലുള്ള കണക്ഷനാണ്, അതിന് പൈസ അടക്കണ്ട, അത് എനിക്ക് ഫ്രീ ആണെന്ന് വിചാരിച്ചു പല ആളുകളും മോട്ടറിന്റെ സ്വിച്ച് കൊണ്ട് ഓഫാക്കിയിട്ട് തെങ്ങിനടക്കിട്ട് പോരും. പല ആളുകളും കഴുങ്ങിന്റെ കടക്കിട്ട് പോരും. പല ആളുകളും പച്ചക്കറിയുടെയോ മറ്റു കൃഷിയുടെയോ അലക്ഷ്യമായിട്ട് പോരും. കണക്ക് പറയണം സഹോദരങ്ങളെ, പടച്ചവനോട് ഞാനും നിങ്ങളും. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹമാണ്.
അത് സംരക്ഷിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം, സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. കാരണം നമ്മൾ വിശ്വാസികളാണ്. ജലക്ഷാമത്തിന്റെ സൂചനകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബത്തിലെല്ലാം. പല കിണറുകളെല്ലാം വെറ്റിക്കൊണ്ടിരിക്കുകയാണ്. കിണർ വെറ്റിയാലും കുഴപ്പമില്ല, ബോർവെൽ ഉണ്ടല്ലോ, ബോർവെലും വെറ്റിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യത്തും നമ്മൾ കേൾക്കാറുണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ കോപ്ടൗൺ പല ആളുകളും പല ചർച്ചകളിലും പല പ്രസംഗങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനമാണത്. ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ കോപ്ടൗൺ, ആ കോപ്ടൗണിന്റെ പ്രത്യേകത എന്താ? വെള്ള വിതരണം ചെയ്യാൻ സർക്കാരിന് കഴിയില്ല എന്ന് പബ്ലിക്കായിട്ട് അറിയിക്കുകയാണ്. ഒരു രാജ്യവും അങ്ങനെ പറയാറില്ല. ആ നഗരത്തെ ലോകത്തെ ആദ്യത്തെ ജലരഹിത നഗരമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് നമ്മൾ വിചാരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലല്ലേ കൊറോണ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് അങ്ങനെയല്ലേ? അത് ചൈനയിലല്ലേ? അതങ്ങ് ഡൽഹിയിലല്ലേ? അതങ്ങ് തിരുവനന്തപുരത്തല്ലേ? അത് കൊച്ചിയിലല്ലേ? അതങ്ങ് തിരുനാവായയിലെത്തിയപ്പോഴാണ്, എടപ്പാളെത്തിയപ്പോഴോ കുറ്റിപ്പുറത്തെത്തിയപ്പോഴാണ് നമുക്കൊക്കെ ബേജാറായത്. അത് തിരുനാവായയിലെത്തി, അതങ്ങടെ ഇടക്കുളത്തെത്തി, നമ്മുടെ അയൽവാസിയുടെ വീട്ടിലെത്തി, നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെത്തി. എനിക്കും വന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ ആ കൊറോണയുടെ വില മനസ്സിലായത്. അതേപോലെ തന്നെ ഈ ജലം അപ്പുറത്തെ കിണർ വെട്ടി, ഇപ്പുറത്തെ കിണർ വെട്ടി, അപ്പുറത്തെ ബോർവെലെത്തി, തൊട്ടടുത്ത കുടുംബത്തിൽ വെള്ളമില്ല, വെള്ളത്തിന്റെ രുചി മാറിയിട്ടുണ്ട്. അത് അവിടെയല്ലേ, എന്റെ കിണറിൽ ഇഷ്ടംപോലെ 6, 7 8 റിങ്ങും വെള്ളമുണ്ട് എന്ന് ആശ്വസിച്ചിരുന്ന നമ്മുടെ വീടിന്റെ കിണറാണ് പിറ്റത്തെ രാവിലെ നോക്കുന്ന സമയത്ത്, രാവിലെ വെള്ളമടിക്കുന്ന സമയത്ത് മോട്ടറിലൂടെ വെള്ളം വരുന്നില്ല. മോട്ടർ ഓണാണ്, പക്ഷേ വെള്ളം പൈപ്പിലൂടെ വരുന്നില്ല. അപ്പോഴും എത്തിച്ചു നോക്കുമ്പോഴാണ് കിണറിൽ വെള്ളമില്ല എന്ന് ബോധ്യം വരുന്നത്. സഹോദരങ്ങളെ, സൂക്ഷിക്കണം നമ്മൾ ഓരോരുത്തരും. പടച്ചവനെ ഭയപ്പെടണം നമ്മൾ ഓരോരുത്തരും. ഈ ബാംഗ്ലൂർ സിറ്റി നമ്മുടെ നാടിനല്ലേ, തൊട്ടടുത്ത സ്റ്റേറ്റ് അല്ലേ, കർണാടകയിലുള്ള ബാംഗ്ലൂര് 10 ലക്ഷത്തോളം പേരുടെ വാട്ടർ കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണ് ഗവൺമെന്റ്. നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പ് പോലെ, നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പ് ക്യാൻ കൊണ്ടെടുത്തു കഴിഞ്ഞാൽ 10, 15, 20, 25 ലിറ്റർ പെട്രോളോ ഡീസലോ കിട്ടുന്നത് പോലെ നമ്മുടെ ഇന്ത്യയിലെ പല സിറ്റികളിലും പെട്രോൾ പമ്പിൽ കിട്ടുന്നത് പോലെയുള്ള വെള്ളം പല പമ്പുകളിൽ നിന്നും പൈസ ഇട്ട് കൊടുത്താൽ 25, 30 ലിറ്റർ വെള്ളം ക്യാനായിട്ടാണ് ഓരോ വീട്ടിലേക്കും ഉപയോഗിക്കാൻ. അത് മാത്രമേ ഉപയോഗിക്കാവൂ, അത്രേ നിങ്ങൾക്കുള്ള റേഷനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പല രാജ്യങ്ങളും പല സിറ്റികളും നിയമം പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുഃഖകരമായ അവസ്ഥ നമുക്കും വരാം. നമ്മുടെ ഭാരതത്തിന്റെ മഹാരാഷ്ട്ര ലത്തൂർ ഭൂകമ്പം നടന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ നമ്മൾ അറിയാം. ആ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? ആ പ്രദേശത്തിന്റെ അവസ്ഥ എന്താ? ആ പ്രദേശത്ത് എവിടെ ബോർവെൽ കുത്തിയാലും കിണർ കുത്തിയാലും ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല. അവിടെയുള്ള ആളുകൾ എങ്ങനെ ജീവിക്കുന്നത്? ട്രെയിൻ മുഖേന, ട്രെയിനിലൂടെ വെള്ളം അവിടെ എത്തിച്ചുകൊണ്ടാണ് അന്നാട്ടിലെ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവിടെയല്ലേ നമ്മൾ ആശ്വസിച്ചുകൂടാ? നമ്മുടെ നാട്ടിലും നമ്മുടെ പ്രദേശത്തും സുലഭമായി നമ്മുടെ ഞങ്ങൾ താമസിക്കുന്ന പാടത്തിന്റെ ഓരത്താണ്, നമ്മൾ താമസിക്കുന്നത് ഭാരതപ്പുഴയുടെ വക്കത്താണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആശ്വസിച്ചിട്ട് കാര്യമില്ല. സഹോദരങ്ങളെ, വെള്ളത്തിന്റെ സ്രോതസ് എവിടെയാണോ അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വിശ്വാസികൾ എന്ന രീതിയിൽ എനിക്കും നിങ്ങൾക്കുണ്ട്. വെറ്റുന്ന സമയത്ത് ഉറങ്ങിഞ്ഞ വെള്ളമുള്ളൂ, അടുത്ത മാസം മഴ പെയ്യുമെന്ന് ആശ്വസിച്ച് കഴിയുന്ന നമ്മൾ ഓരോരുത്തരും ആ മഴ പെയ്തിട്ടും വെള്ളം കിണലിലെത്താത്ത എത്ര കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വെള്ളം മിതമായി ഉപയോഗിക്കുക, അല്പം പോലും പാഴാക്കരുത്. നമ്മൾ ഓരോരുത്തരും വിശ്വാസികൾക്ക് നിർവഹിക്കാറുള്ളത് എന്താണ്? ഓരോ ശ്വാസത്തിലും ജലത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടാലും ആ നഷ്ടപ്പെട്ടാൽ അപകടം വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രമീകരണങ്ങളും സമീപനങ്ങളുമാണ് ഓരോ വിശ്വാസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത്. ഓരോ കുടുംബത്തിന്റെയും നാഥൻ, ഓരോ കുടുംബത്തിന്റെയും നാഥകള്, അത് പുരുഷനാകട്ടെ സ്ത്രീകളാകട്ടെ, അവരുടെ കുടുംബത്തിൽ വെള്ളം നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ മക്കൾക്ക് പരിശീലനം കൊടുക്കണം. അത് അലക്കുന്ന സമയത്താണെങ്കിലും ശരി, അത് ചെടി നനക്കുന്ന സമയത്താണെങ്കിലും ശരി, അത് വീട് തുടച്ച് വൃത്തിയാക്കുന്ന സമയത്താണെങ്കിലും ശരി. പല ആളുകൾ പോലും മുറ്റത്ത് ടൈലിന്റെ മേലെ അല്ലെങ്കിൽ ആ മുറ്റത്തുള്ള കടപ്പയുടെ മേൽ നനയ്ക്കുന്ന ആളുകളുണ്ട്, വെള്ളം കെട്ടി നിർത്തുന്ന ആളുകളുണ്ട്. എന്തിനു വേണ്ടി? നമ്മുടെ കുടുംബത്തിലേക്ക് നല്ല കാറ്റടിക്കാൻ, ചൂടൊക്കെ പോയി കിട്ടാൻ വാർപ്പിന്റെ മേലെ വെള്ളം കെട്ടി നിർത്തുന്ന ആളുകളുണ്ട്. അതൊക്കെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഓരോരുത്തരും ക്രമീകരണം വരുത്തണമെങ്കിൽ മാത്രമേ നമുക്ക് കുഴപ്പമില്ല, തൊട്ടടുത്ത ആൾക്ക് എന്തായാലും കുഴപ്പമില്ല എന്ന് ആശ്വസിച്ച് കഴിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കിണറ്റിൽ വെള്ളം വെറ്റിയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ആയിരിക്കും അടുത്ത കിണറ്റിൽ നോക്കിക്കൊണ്ടിരാന്ന്. ആ പ്രദേശം മുഴുവൻ വെള്ളം വെറ്റിക്കഴിഞ്ഞാലോ അത് പഞ്ചായത്ത് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യും. പഞ്ചായത്തിലും വെള്ളം കിട്ടായിരുന്നു എന്താ ചെയ്യുക? പുഴയിലും വെള്ളം കിട്ടാൻ എന്താ ചെയ്യുക? വെള്ളം കാണാനുണ്ട് പുഴയിൽ, പക്ഷേ ഉപയോഗശൂന്യമാണോ, ഉപയോഗമാണോ, ഉപയോഗ്യമാണോ പുഴയിലെ വെള്ളം? പഴയ കാലഘട്ടത്തിലൊക്കെ
10-15 വർഷം മുമ്പ് പുഴയിൽ നിന്നാണ് പല കുടുംബങ്ങളും വെള്ളം കുടിച്ചിരുന്നത്. ഇന്നോ അതെല്ലാം മലീമസമാക്കിയിട്ടുണ്ട്. ആര്? നമ്മെപ്പോലെയുള്ള ആളുകൾ. മറ്റു മൃഗങ്ങളല്ല, മറ്റു ജീവജാലങ്ങളല്ല, പക്ഷികളല്ല. മനുഷ്യന്റെ കൈകടത്തൽ മൂലം മനുഷ്യൻ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാട്. അതുകൊണ്ട് 97% സമുദ്രജലമാണ് നമ്മുടെ ഭൂമി ലോകത്തുള്ളത്. ആ സമുദ്രജലം ഉപ്പു കലർന്ന വെള്ളമാണ്. അത് ചവർപ്പുള്ളതാണ്, കുടിക്കാൻ കഴിയാത്തവയാണ്. അതെന്തിനു വേണ്ടിയാണ് അള്ളാഹു സംവിധാനിച്ചത്? അത് കടലിൽ ജീവിക്കുന്ന ആളുകൾക്ക്, കരയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടുന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല കടൽ വെള്ളത്തെ സംവിധാനിച്ചത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു 56-ാമത്തെ വചനം, അല്ല 56-ാമത്തെ അധ്യായം സൂറത്തുൽ വാഖിഅ 68, 69, 70 വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ. അള്ളാഹു ചിന്തിക്കാൻ പറയുകയാണ് നമ്മോട്. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും സമയത്ത് നമ്മൾ കാറിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് 2 ലിറ്ററും 3 ലിറ്ററും വെള്ളമൊക്കെ നമ്മൾ ക്യാനിലാക്കി നമ്മൾ കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ പീടികയിൽ നിന്നും കാശ് കൊടുത്ത് വാങ്ങിക്കാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. 1 ലിറ്റർ വെള്ളത്തിന് 20 രൂപ എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 15 രൂപ എന്ന് വിചാരിക്കാം. ആ വെള്ളം എങ്ങാനും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ടാങ്കിലത്തെ വെള്ളത്തോടൊന്ന് സാമ്യപ്പെടുത്തി നോക്കുക. നിങ്ങൾ 1000-1500 ലിറ്റർ വെള്ളം ഒരു ദിവസം ഉപയോഗിക്കുന്ന നോക്കുക. അത് കാശ് കൊടുത്താണ് വാങ്ങിക്കുന്നത് നോക്കുക. 15 രൂപക്ക് കുടിവെള്ളം കിട്ടുമെങ്കിൽ 10 രൂപക്ക് 1 ലിറ്റർ വെച്ചിട്ട് നമ്മൾ 1000 ലിറ്റർ എത്ര രൂപയായി? ഒരു മാസത്തെ ബില്ലും നമ്മൾ കൂട്ടി വെക്കുന്നത്. ആരെയാണ് സ്തുതിക്കേണ്ടത്? ഇത് ലഭിക്കാത്ത എത്രയോ പ്രദേശങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. എത്രയോ വിശ്വാസികൾ ഭൂമി ലോകത്ത് ജീവിക്കുന്നുണ്ട്. എത്രയോ മനുഷ്യർ, എത്രയോ ജീവജാലങ്ങൾ. അപ്പൊ നമ്മൾ ആരെയാണ് സ്തുതിക്കേണ്ടത്? എല്ലാ അനുഗ്രഹവും നമുക്ക് വാരിക്കോരി നൽകിയ അള്ളാഹുവിനെയാണ് സ്തുതിക്കേണ്ടത്. ആ അള്ളാഹുവാണ് നമ്മോട് പറയുന്നത്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മേഘങ്ങളിൽ നിന്നും ആ വെള്ളത്തെ ഇറക്കുന്നത് നിങ്ങളാണോ അത് നാമാണോ? ബുദ്ധിമാന്മാരായ, ബുദ്ധിരാക്ഷസന്മാരായ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന സത്യനിഷേധികളായ ആളുകൾക്കുള്ള മുനകൊള്ളുന്ന ചോദ്യമാണത്, അല്ലേ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഒരു വിശ്വാസി 97% ഉപ്പുജലമാക്കി അള്ളാഹു സുബ്ഹാനഹു തആല. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം 1% മാത്രം, അല്ലേ? ആ 1% അള്ളാഹു അടുത്ത വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, ലൗ നശാഉ ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ 1% വെള്ളമുണ്ടല്ലോ, അതും ചവർപ്പുള്ള, ദുസ്വാദുള്ള, ഉപ്പുരസമുള്ള വെള്ളമാക്കുമായിരുന്നു അള്ളാഹു സുബ്ഹാനഹു തആല. അൽഹംദുലില്ലാഹ്, ആക്കിയില്ല അള്ളാഹു. ധിക്കാരികൾ ധാരാളം ഉണ്ടായിരിക്കെ ഒരു വിശ്വാസി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതി. ആർക്കു വേണ്ടിയാണ് അള്ളാഹു മാറ്റിവെച്ചത്? മനുഷ്യരല്ലാത്ത മറ്റുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടി. നന്ദി കെട്ടവരാ മനുഷ്യർ. ആരാ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു തആല. 100-ാം അധ്യായം സൂറത്തുൽ ആദിയാത്ത്, നമുക്ക് എല്ലാവർക്കും പരിചിതമായ വചനം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അല്ലേ? ആണോ? ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യർ, ലിറബ്ബിഹി, അവന്റെ രക്ഷിതാവിനോട്, ലകനൂദ്, നന്ദി കെട്ടവരാണ്. ആണോ? ജീവിക്കുന്ന ഉദാഹരണമല്ലേ ഞാനും നിങ്ങളൊക്കെ. അവസാനിച്ചോ? 14-ാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹിം 34-ാമത്തെ വചനം, വആതാകും മിൻ കുല്ലി മാ സഅൽതുമു വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. അത് നമ്മെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യർ, ലളൂമുൻ, അവർ മഹാ അക്രമകാരികളും, കഫാർ, സത്യനിഷേധികളുമാണ് അവര്. മുമ്പുള്ള ആ വചനത്തിന്റെ തുടക്കം എന്താ പറഞ്ഞത്? നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് നൽകി. വആതാകും മിൻ കുല്ലി മാ സഅൽതുമു വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി. അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണി നോക്കിയാൽ ലാ തുഹ്സുഹാ, നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ, തൃപ്തിപ്പെടുത്താൻ, എണ്ണി നോക്കാൻ കഴിയില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അത്രയധികം അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. അധികമൊന്നും വേണ്ട, മാസങ്ങളോളം വേണ്ട, വർഷം വേണ്ട. ഇന്ന് രാവിലെ മുതൽ ഇന്ന് ഈ പള്ളിയിൽ എത്തുന്നത് വരെയുള്ള അനുഗ്രഹങ്ങൾ കാണാൻ സാധിക്കോ? കട്ടിൽ നിന്നും എഴുന്നേറ്റ്, ആ എഴുന്നേറ്റ് കാലൊന്ന് നിലത്ത് വെക്കുന്നത് വരെയുള്ള അനുഗ്രഹങ്ങൾ എണ്ണിക്കുക. നിങ്ങൾ ബാത്റൂമിൽ പോയി തിരിച്ചു വരാൻ എത്ര സഹോദരങ്ങൾ ഒന്ന് ബാത്റൂമിൽ പോയി കിട്ടാൻ കൊതിക്കുന്ന ആളുകളുണ്ട്, മൂത്രമൊഴിക്കാൻ.
മലമൂത്ര വിസർജനം നടത്താൻ, ഒന്ന് ഇരിക്കാൻ, ഇരുന്നിടത്ത് നിന്ന് എണീക്കാൻ. ഈ പള്ളിയിൽ എത്തുന്നത് വരെയുള്ള അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുമോ? അതാ പടച്ച പറഞ്ഞത്, നിങ്ങൾക്കതിന് സാധിക്കുകയില്ല. ഇന്നൽ ഇൻസാന, ഈ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ച് ആസ്വദിച്ചു കഴിയുന്ന മനുഷ്യർ ലളൂമുൻ കഫാർ, മഹാക്രമകാരികളും അതേപോലെ തന്നെ സത്യനിഷേധികളുമാണ്. ജീവിക്കുന്ന ഉദാഹരണങ്ങളെ ഞാനും നിങ്ങളൊക്കെ അല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം നിരന്തരം ഓരോ സെക്കൻഡുകളിലും നടന്നു പോകുന്ന ആളുകൾ കുഴഞ്ഞു വീഴുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കെ സംസാരം നിശ്ചലമാകുന്നു. ഡ്രൈവ് ചെയ്തു പോകുന്ന ആളുകൾക്ക് ഡ്രൈവ് ചെയ്യാൻ പിന്നെ കഴിയുന്നില്ല. എന്തെല്ലാം ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയം ഓരോ നിമിഷത്തും നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ നേരിൽ കാണുകയില്ലേ അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മൾ ഓരോരുത്തരും. എന്നിട്ടും എന്തേ അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കാൻ എന്താണ് പ്രയാസം? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് والشمس والقمر والنجوم والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يضلل الله فما له من مكرم إن الله يفعل ما يشاء. അലം തറ, നീ കാണുന്നില്ലേ? യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള സകലതും സുജൂദ് ചെയ്യുന്നത് നീ കാണുന്നില്ലേ? ആരൊക്കെ? മുത്തഖികളായ മനുഷ്യരാണോ? ആണോ? അല്ല. അല്ലാഹു എണ്ണിപ്പറയുകയാ. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു, സൂര്യൻ, വൽ ഖമറു, ചന്ദ്രൻ, വന്നുജൂമു, നക്ഷത്രങ്ങൾ, വശജറു, മരങ്ങൾ, വദ്ദവാബു, വൽ ജിബാലു, പർവ്വതങ്ങൾ, വശജറു, മരങ്ങൾ, വദ്ദവാബു, വന്യജീവികൾ, വകസീറും മിനന്നാസ്. ആലോചിച്ച് നോക്കുക. വകസീറും മിനന്നാസ്, ജനങ്ങളിൽ കുറച്ച് ആളുകൾ. വകസീറും ഹഖ അലൈഹിൽ അദാബ്, അധികം ആളുകളും അള്ളാഹുവിന്റെ ശിക്ഷക്ക് അർഹരായി തീരുകയാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ ധിക്കരിച്ചത് കാരണം. മറ്റൊരു ജീവജാലങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. മനുഷ്യരല്ലാത്ത മറ്റെല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനെ കീഴൊതുങ്ങി ജീവിക്കുന്ന ആളുകളാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ്, സ്തുതികീർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ്. മനുഷ്യരുടെ അവസ്ഥയോ? അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് കാരണം, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് കാരണം, നന്ദി കെട്ടവരായത് മൂലം അവരെല്ലാവരും അള്ളാഹുവിന്റെ ശിക്ഷക്കർഹരായിത്തീരുന്നു. അള്ളാഹുവെ ഒരുത്തനെ നിന്ദിച്ചാൽ അവനെ ആദരിക്കുവാനോ ബഹുമാനിക്കുവാനോ ആരുമില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരലോകത്ത് നാം കുടിച്ചു തീർത്ത തണുത്ത വെള്ളത്തെപ്പറ്റി, പരലോകത്ത് നാം കുടിച്ച ദാഹമകറ്റാൻ കുടിച്ച വെള്ളത്തിനെ സംബന്ധിച്ച് അള്ളാഹു നമ്മോട് ചോദിക്കുന്നു. മറുപടി പറയണം നമ്മൾ ഓരോരുത്തരും. ഈ 1% ശുദ്ധജലം നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ്? നമ്മളെല്ലാവരും പറയാറുണ്ട്, ഞാൻ 10,000, 1,00,000, 2,00,000 ചിലവാക്കി കിണർ കുഴിച്ചത് കൊണ്ടാണ് എനിക്ക് ശുദ്ധജലം കിട്ടിയത്. നിങ്ങളുടെ വീട്ടിലെല്ലാം ബോർവെല്ലല്ലേ? ഞാൻ കിണർ കുടിച്ചുകൊണ്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച് കിണർ കുടിച്ചത് കൊണ്ടാണ് ഞാൻ വെള്ളം കിട്ടിയത്. പല ആളുകളും പറയാറുണ്ട്, ഞാൻ 14, 15 കോലൊക്കെ നമ്മുടെ നാട്ടിൽ 10, 12 കോല് കുത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ സുലഭമായ വെള്ളം കിട്ടും. ഞാൻ 15, 18, 20 കുത്തിയിട്ടും എനിക്ക് കിട്ടിയില്ല. എന്തേ കാരണം സഹോദരങ്ങളെ? ഈ വെള്ളം കിട്ടിയത് എങ്ങനെയാ? അള്ളാഹു നമുക്ക് നൽകിയത് മഴ മൂലമാണ്. ആ വെള്ളം അള്ളാഹു ആകാശത്തു നിന്നും ഇറക്കി എന്നത് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ധാരാളം വചനത്തിലൂടെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ധാരാളം വചനങ്ങൾ നമുക്ക് അള്ളാഹു അതുപോലെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഴയെപ്പറ്റി അള്ളാഹു പറഞ്ഞത് അത് റഹ്മത്താണ് എന്നാണ്. മഴ അള്ളാഹുവിന്റെ റഹ്മത്താണ് എന്ന് പരിശുദ്ധ ഖുർആനിലെ 5 സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു വിശേഷണം അള്ളാഹു മാഅൻ തഹൂറ, ശുദ്ധമായ വെള്ളം. എന്താ തഹൂറ്? നമ്മുടെ മദ്രസയിൽ നിന്നും പഠിച്ചതാണ്. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന വെള്ളമാണ് തഹൂറായ വെള്ളം. അങ്ങനെയുള്ള ശുദ്ധമായ തെളിനീർ അള്ളാഹു നമുക്ക് നൽകിയില്ല സഹോദരങ്ങളെ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. മറ്റൊരു വിശേഷണം മാഅൻ മുബാറക, അനുഗ്രഹീതമായ വെള്ളം. സൂറത്ത് ഫുർഖാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഹുവല്ലദീ അർസല റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി. അള്ളാഹുവാണ് കാറ്റുകളെ അയക്കുന്നവൻ. എന്നിട്ട് അവന്റെ കാരുണ്യത്തിന്റെ മുന്നോടിയായിട്ട് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് അവൻ കാറ്റുകളെ അയക്കുന്നു. എന്നിട്ട്
എന്നിട്ടോ വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറ, എന്നിട്ട് ആകാശത്തു നിന്നും അവൻ വർഷിപ്പിച്ചു തരുന്നു എന്ത്? മാഅൻ തഹൂറ, ശുദ്ധമായ വെള്ളം. നമ്മൾ പല സമയത്തും കേൾക്കാറുണ്ട് അവിടെ നീല കളർ, ഇവിടെ പച്ച കളർ, ഇവിടെ ചുവപ്പ് കളർ, പെട്രോളിന്റെ കളർ, മണ്ണെണ്ണ കളർ, ഗ്രീസിന്റെ കളർ, പല രീതിയിലുള്ള മണത്തിലുള്ള വെള്ളത്തെ പോലെ നമ്മൾ പറയാറുണ്ട് പല മഴകളിലും. പക്ഷെ നമുക്ക് ലഭിക്കുന്ന വെള്ളം എങ്ങനെയുള്ള വെള്ളം? മാഅൻ തഹൂറ, ശുദ്ധമായ വെള്ളം. എന്നിട്ടോ ലിനുഹ്യിയ ബിഹി ബൽദതൻ മൈത, നിർജീവമായി കിടന്ന ഭൂപ്രദേശത്തെ ജീവസുറ്റതാക്കി മാറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല. ജീവസുറ്റതാക്കി മാറ്റാൻ വേണ്ടി മാഅൻ തഹൂറ, ശുദ്ധമായ പാനീയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. വനസ്ഖിയഹു, അത് കുടിക്കുവാൻ വേണ്ടി ആരൊക്കെ? ഈ വെള്ളം ആർക്കൊക്കെ കുടിക്കാൻ അല്ലാഹു നൽകിയിട്ടുള്ളത്? മിമ്മാ ഖലഖനാ അൻആമൻ വഅനാസിയ കതീറ, കാലികളായിട്ടും മനുഷ്യരായിട്ടും നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളവയിൽ നിന്നും ബഹുഭൂരിപക്ഷം ജീവജാലങ്ങൾക്ക് കുടിക്കുവാൻ വേണ്ടിയാണ് ശുദ്ധമായ വെള്ളം അള്ളാഹു ഇറക്കിത്തന്നത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് നമ്മെ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ശുദ്ധമായ വെള്ളം സംരക്ഷിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. ആ ബോധ്യം നമുക്ക് വേണം. വീട്ടിലെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം അക്കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവന്റെ കാരുണ്യത്തിന്റെ മുന്നോടിയായി സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് കാറ്റുകളെ അയക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ കാറ്റുകളാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയായിട്ട് വർഷിപ്പിച്ചു തരുന്നത്. ആ അനുഗ്രഹത്തെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അതെങ്ങാനും അല്ലാഹു നമ്മുടെ പ്രദേശത്ത് പെയ്യാതെ വേറെ പ്രദേശത്തേക്ക് പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം കിട്ടും. അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നത്. നമ്മുടെ പ്രദേശത്തേക്ക്, നമ്മുടെ ഭാഗത്ത് വെള്ളം വേണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. വെള്ളത്തിനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. മഴ ലഭിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാറില്ലേ? അതിന് പ്രത്യേക നമസ്കാരമില്ലേ? ആ പ്രാർത്ഥന ആരുടെ? മുവഹിദായ രീതിയിൽ, മുവഹിദായ ആളുകൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സുഭിക്ഷമായി നമുക്ക് കുടിക്കാവുന്ന വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന വെള്ളത്തെ നിലനിർത്തേണ്ട രീതിയിൽ നിലനിർത്താനും സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وكفى وحملة سنة المدافعين عنها إلى يوم الدين وبعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി നാഥനെ സൂക്ഷിച്ച് ജീവിക്കാൻ എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതിൻ്റെതായ ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, വെള്ളം നിയന്ത്രിക്കാൻ നാം ശീലിക്കുക. അതിനൊന്ന് രണ്ട് നിർദ്ദേശങ്ങൾ കൂടി നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതാണോ ഒന്നുകൂടി ആവർത്തിച്ച് നമ്മൾ പറയാം. നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിൽ കാറ് കഴുകാനും ബൈക്ക് കഴുകാനൊക്കെ ദിവസം കാറ് കഴുകുന്ന ആളുകളുണ്ട്, ദിവസം ബൈക്ക് കഴുകുന്ന ആളുകളുണ്ട്, ദിവസം മുറ്റത്തേക്ക് വെള്ളം അലക്ഷ്യമായിട്ട് തുറന്നിടുന്ന ആളുകളുണ്ട്, ദിവസം തെങ്ങ് നനക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ആഴ്ചയിലൊക്കെ കാറ് കഴുകുക, ബാക്കിയുള്ള സമയത്തൊക്കെ ഒന്ന് പൊടി തട്ടിക്കളയാം. അതേപോലെ തന്നെ തെങ്ങിനോ കഴുകാൻ നനക്കുന്ന ആളുകൾ ഒന്നൊന്ന് പുതട്ട് കൊടുക്കുക. പുതന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ ഇലകളോ അല്ലെങ്കിൽ ചില്ലകളോ ഒക്കെ പൊട്ടി, അല്ലെങ്കിൽ തെങ്ങാണെങ്കിൽ തെങ്ങിൻ്റെ ഓലയിട്ട് കൊടുക്കുക, കവുങ്ങാണെങ്കിൽ കവുങ്ങിൻ്റെ ഓലയിട്ട് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നിയന്ത്രണം നമ്മൾ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ വെള്ളം, എന്താ ശ്രദ്ധിക്കുക, എന്താ മൗലവി പറയാനുള്ളത്? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ, ഇതൊക്കെ ഇല്ലാത്തടത്ത് പോയി പറഞ്ഞൂടെ എന്ന് പല ആളുകളും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ അലക്കുന്ന സഹോദരിമാർ, പല സഹോദരിമാർക്കും വസ്വാസം കുറച്ച് കൂടുതലാണ്. എത്ര വഴിയാലും അവർക്ക് വൃത്തിയാവില്ല. 2, 3, 4 പ്രാവശ്യം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഈ കഴുകുന്ന സമയത്ത് പല സഹോദരിമാരും, നമ്മുടെ വീട്ടിലടക്കമുള്ള കാര്യം ഞാൻ പറയണത്, ആ ടാപ്പ് ഫുൾ ടൈം തുറന്നിടുന്ന ആളുകളുണ്ട്. ഇങ്ങനെ തുറന്നിടുക, ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും. 2, 3, 4 തവണ ആ ടാപ്പിൽ വെള്ളം ഇങ്ങനെ അലക്ഷ്യമായി പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ടാങ്കിൽ വെള്ളമുണ്ടല്ലോ, നമ്മുടെ കിണറ്റിൽ വെള്ളമുണ്ടല്ലോ എന്നാണ് അവർ വിചാരിക്കുന്നത്. സഹോദരിമാരെക്കാരും ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ട് തെങ്ങിൻ്റെ അടക്കെ അല്ലെങ്കിൽ കവുങ്ങിൻ്റെ അടക്കെ പറമ്പിലൊക്കെ വാഴയിലൊക്കെ തുറന്നിടുന്ന ആളുകളുണ്ട്. പൈപ്പാണ് തുറന്നിടും, എവിടെയെങ്കിലും പോയി തിരിച്ചു വന്നിട്ടാവും ചിലപ്പോൾ അത് ഓഫാക്കാം. എൻ്റെ പറമ്പ് കുതിർന്നു കൊടുക്കുമല്ലോ എന്നൊരു ചിന്തയോട് കൂടിയാണ്.
അക്കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിന് ബോട്ടിൽ വാങ്ങിക്കാറുണ്ട്. ഈ ബോട്ടിൽ വാങ്ങിക്കുന്നത് നമ്മൾ ഏകദേശം വെള്ളം ഉണ്ടല്ലോ എന്നൊരു സമാധാനത്തിലാണ് അത് വാങ്ങിച്ചു വെക്കുക. ചിലപ്പോൾ ഒരു സിപ്പോ 2 സിപ്പോ വെച്ച് കുടിച്ചിട്ട് കവിള് കുടിച്ചിട്ട് ബാക്കി പുറത്ത് കളയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് ആ വെള്ളത്തിനോട് തുറന്നിട്ട് കാറിന്റെ മേലെ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടികൾക്ക് വയ്ക്കുന്ന, അത് ചെടിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല, ആ ബോട്ടിൽ നിന്ന് കാര്യമായിട്ടോ അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് പുറത്ത് കളയുന്ന. ആലോചിച്ച് നോക്കുന്ന നിങ്ങൾ, ഈ വെള്ളം പോലും, ഒരു കവിൾ വെള്ളം പോലും കിട്ടാത്ത എത്രയോ ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം ആ സമയത്ത് നമുക്ക് വേണം. മറ്റൊരു കാര്യം സഹോദരിമാർ തന്നെ ശ്രദ്ധിക്കേണ്ടത്, വീട്ടിൽ പാത്രം കഴുകുമ്പോഴും ഇതേ രീതിയിലാണ് അവർ അവലംബിക്കുക. ടാപ്പ് തുറന്നോടും പാത്രം കഴുകി കഴിയുന്നത് വരെ, പാത്രം കഴുകി കഴിയുന്നത് വരെ, ഒരു പാത്രമാണെങ്കിലും 2 പാത്രമാണെങ്കിലും, വീട്ടിൽ വൈകുന്നേരം രാത്രി കിടന്നുറങ്ങുന്ന സമയത്താണെങ്കിലും ശരി, പൈപ്പ് കൊണ്ട് തുറന്നിട്ടാണ് പാത്രം മുഴുവൻ കഴുകുക. അത് പാത്രം കഴുകിക്കഴിഞ്ഞ് ആ റാക്കിൽ വെച്ച് തീരുന്നത് വരെ ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കണ്ടായിരിക്കും. ശ്രദ്ധിക്കണേ സഹോദരിമാരെ, ഇസ്രാഫാണത്. അള്ളാഹു നമ്മോട് ചോദിക്കുമ്പോൾ ഒരു സംശയമില്ല. നമ്മുടെ കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കണമെങ്കിൽ, പാരത്രിക ലോകത്ത് നമ്മൾ കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പടച്ചവൻ നമ്മോട് ചോദിക്കും. നമ്മൾ ഉപയോഗിച്ച വെള്ളത്തെ സംബന്ധിച്ച്, നമ്മൾ പാഴാക്കിക്കളഞ്ഞ വെള്ളത്തെ സംബന്ധിച്ച്, ദൂർത്തടിച്ച വെള്ളത്തിനെ സംബന്ധിച്ച്. അതുകൊണ്ട് വരും തലമുറക്ക് കുടിവെള്ളം സംരക്ഷിച്ചു നിർത്താൻ നാം ഓരോരുത്തരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അല്ലാഹുവേ, വരൾച്ച രൂക്ഷമായ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ദുരിതത്തിലാണ് ധാരാളം ആളുകൾ. അല്ലാഹുവേ, ധാരാളം മഴ വർഷിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർ വാലിദിനാ മിനൻ നാർ, അല്ലാഹുമ്മ أغثنا اللهم أغثنا اللهم أغثنا اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون.